നമസ്കാരം. ഇന്നത്തെ കേരളത്തിലേക്ക് സ്വാഗതം. മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കേസിൽ നിന്ന് കെ സുരേന്ദ്രൻ പിന്മാറി. അന്തരിച്ച PB അബ്ദുൾ റസാഖിന്റെ വിജയം ചോദ്യം ചെയ്ത് ഹൈക്കോടതിയിൽ നൽകിയ ഹർജി പിൻവലിക്കുകയാണെന്ന് സുരേന്ദ്രൻ പറഞ്ഞു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിനൊപ്പം മഞ്ചേശ്വരത്തും ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ സാധ്യത തെളിഞ്ഞു. മരിച്ചവരും വിദേശത്തുള്ളവരുമായ 259 പേരുടെ പേരിൽ കള്ളവോട്ട് ചെയ്താണ് PB അബ്ദുൾ റസാഖ് ജയിച്ചത് എന്നാരോപിച്ചാണ് കെ സുരേന്ദ്രൻ ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. 89 വോട്ടുകൾക്കായിരുന്നു മഞ്ചേശ്വരത്ത് സുരേന്ദ്രന്റെ പരാജയം. കേസ് കോടതിയുടെ പരിഗണനയിലിരിക്കുന്നതിനിടയിലാണ് PB അബ്ദുൾ റസാഖ് മരിച്ചത്. ഇപ്പോൾ പിന്മാറാനുള്ള തീരുമാനത്തെക്കുറിച്ച് സുരേന്ദ്രന്റെ വിശദീകരണം ഇങ്ങനെ: ഒരു കാരണവശാലും സാക്ഷികളെ കോടതിയിൽ ഹാജരാക്കില്ല എന്നുള്ള ഒരു ഉറച്ച നിലപാട് മുസ്ലിം ലീഗും CPM ചേർന്ന് എടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ട് ആ കൂട്ടുകെട്ടിനെ തുറന്നു കാണിക്കാൻ നിയമപരമായും രാഷ്ട്രീയമായും പരിശ്രമിച്ചു. കോടതിയിൽ ആവുന്നത്ര സമയമെടുത്ത് ഈ കേസിന്റെ വിചാരണ പൂർത്തിയാക്കാൻ പരിശ്രമിച്ചു. പക്ഷേ സാക്ഷികൾ ഹാജരാവുന്നതിൽ നിന്ന് പിന്മാറി. അതുകൊണ്ട് രാഷ്ട്രീയമായി ഇനി ഇതിനെ നേരിടുക എന്നുള്ള ഉദ്ദേശമാണ് ഇപ്പോൾ ഞങ്ങൾക്കുള്ളത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അന്തിമമായി അവിടുത്തെ തെരഞ്ഞെടുപ്പ് എപ്പോൾ നടത്തണം എന്നുള്ളത് തീരുമാനമെടുക്കുന്നത്. അതുകൊണ്ട് മറ്റേതെങ്കിലും തെരഞ്ഞെടുപ്പുമായി ഇതിന് യാതൊരു ബന്ധവുമില്ല. കേസിൽ സാക്ഷികളെ ഹാജരാക്കുന്നത് തടയുന്ന ജനാധിപത്യ വിരുദ്ധ നിലപാടാണ് മുസ്ലിം ലീഗും CPM സ്വീകരിച്ചതെന്ന് കെ സുരേന്ദ്രൻ ആരോപിച്ചു. ഈ നടപടി കോടതിയിൽ തുറന്നുകാട്ടാനായി. കേസ് പിൻവലിച്ചതിന് പിന്നിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധമില്ലെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. കേസ് പരിഗണിക്കുന്ന അടുത്ത ദിവസം പിന്മാറ്റ വിവരം സുരേന്ദ്രൻ കോടതിയെ അറിയിക്കും. ഇതോടെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനൊപ്പം മഞ്ചേശ്വരത്തും ഉപതെരഞ്ഞെടുപ്പ് നടന്നേക്കും. ന്യൂസ് 18 കൊച്ചി. രണ്ടില പിളർപ്പിലേക്കോ? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സീറ്റ് വേണമെന്ന് PJ ജോസഫ്. ജോസഫിന്റെ ആവശ്യത്തോട് പ്രതികരിക്കാൻ കൂട്ടാക്കാതെ ജോസ് കെ മാണി. കേരള കോൺഗ്രസിൽ മാണി ജോസഫ് യുദ്ധം മുറുകുന്നതിനിടെ മത്സരിക്കാനില്ലെന്ന് നിഷ ജോസ് കെ മാണി അറിയിച്ചു. PJ ജോസഫ് മത്സരിക്കാൻ താല്പര്യം അറിയിച്ചിട്ടില്ലെന്ന ജോസ് കെ മാണി കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതിന് മറുപടിയായാണ് PJ ജോസഫിന്റെ പ്രഖ്യാപനം. കോട്ടയത്തിന് പുറമെ ചാലക്കുടിയോ ഇടുക്കിയോ വേണം. മത്സരിക്കാൻ തനിക്കും ആഗ്രഹമുണ്ട്. ഏതു സീറ്റിൽ മത്സരിച്ചാലും വിജയം ഉറപ്പാണ്. KM മാണിയെയും മകനെയും വെല്ലുവിളിക്കും വിധം PJ ജോസഫ് പ്രഖ്യാപിച്ചു. കോട്ടയത്തിന് പുറമെ ഇടുക്കിയോ പഴയ മുകുന്ദപുരത്തിന്റെ ഭാഗമായ ചാലക്കുടിയോ വേണമെന്നാണ് ഇത് കോൺഗ്രസ് പ്രസിഡന്റ് ശ്രീ രാഹുൽ ഗാന്ധിയുടെ മുമ്പിലാണ് അവതരിപ്പിച്ചത്. 2 സീറ്റ് വേണമെന്ന PJ ജോസഫിന്റെ ആവശ്യത്തെ പാർട്ടി വൈസ് ചെയർമാൻ കൂടിയായ ജോസ് കെ മാണി പിന്തുണച്ചു. പക്ഷേ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥി മോഹത്തോട് മുഖം തിരിച്ചു. പാർട്ടിക്കകത്ത് ചർച്ച ചെയ്ത് എടുത്ത തീരുമാനം നമ്മൾ 2 സീറ്റിലേക്ക് ചോദിക്കണം എന്നുള്ളതാണ്. 2 സീറ്റ് കോട്ടയത്തിന് പുറമെ രണ്ടാമതൊരു സീറ്റ് ഇടുക്കി അല്ലെങ്കിൽ ചാലക്കുടി വേണമെന്നുള്ളതാണ്. അത് തീർച്ചയായിട്ടും ചർച്ചയിൽ ഞങ്ങൾ ഉന്നയിക്കും. അല്ല, ഞാൻ അതിലേക്കൊന്നും ഒരു പ്രഖ്യാപനം നടത്തുന്നില്ല. കോട്ടയത്ത് സ്ഥാനാർത്ഥിയായി നിഷ ജോസ് കെ മാണിയാണ് KM മാണി കണ്ടുവച്ചിരിക്കുന്നതെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് മത്സരിക്കാനില്ലെന്ന് നിഷ പ്രഖ്യാപിച്ചത്. പാർട്ടി മെമ്പറല്ല, മത്സരിക്കാനുമില്ല. നിഷ ജോസ് കെ മാണി നിലപാട് വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്നില്ല എന്നുള്ളത് നേരത്തെ തന്നെ പറഞ്ഞ് നമ്മളതൊക്കെ പറഞ്ഞ് ഗുഡ് ബൈ ഒക്കെ പറഞ്ഞ് പോയതാണല്ലോ. പിന്നെ വീണ്ടും ഇങ്ങനെ ഒരു ചോദ്യം, എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ മനഃപൂർവ്വം ആരും ഒക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതാ. പിളരുന്നെങ്കിൽ പിളരട്ടെ നിലപാടിലാണ് KM മാണി. ജോസഫിന് സീറ്റ് വിട്ടു നൽകുന്നതിനേക്കാൾ KM മാണിയെയും ജോസ് കെ മാണിയെയും വിഷമിപ്പിക്കുന്നത് ജോസഫ് ജയിച്ച് ഡൽഹിയിലെത്തിയാൽ പാർട്ടി ദേശീയ നേതാവായി അംഗീകരിക്കേണ്ടി വരും എന്നതാണ്. സ്വാഭാവികമായും UPA നേതൃയോഗങ്ങളിലും ഒത്തുവന്നാൽ മന്ത്രിസ്ഥാനത്തും ആദ്യ പരിഗണന ജോസഫിനാകും. കിരൺ ബാബു, പൊളിറ്റിക്കൽ ബ്യൂറോ, ന്യൂസ് 18. കൂടുതൽ സീറ്റിന് കേരള കോൺഗ്രസിന് അർഹതയുണ്ടെങ്കിലും മുന്നണിയെ ശക്തിപ്പെടുത്താൻ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരുമെന്ന് UDF കൺവീനർ ബെന്നി ബെഹനാൻ. മുന്നണിയുടെ മാനദണ്ഡം അനുസരിച്ചാകും ഘടകകക്ഷികൾക്കുള്ള സീറ്റ് വിഭജനമെന്നും അദ്ദേഹം പറഞ്ഞു. ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കേരള കോൺഗ്രസിന് രണ്ടാമത്തെ സീറ്റ് നൽകാൻ കഴിയില്ലെന്ന സൂചനയാണ് UDF കൺവീനർ നൽകുന്നത്. കേരള കോൺഗ്രസ് ഒരു സീറ്റ് കൂടി വേണമെന്നുള്ള ആവശ്യം നേരത്തെ ഉന്നയിച്ചിരുന്നു. ആവശ്യം ഉന്നയിക്കുന്നത് ഞങ്ങൾ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. പറയാനുള്ള ആവശ്യപ്പെടാനുള്ള സ്വാതന്ത്ര്യവും അധികാരവും ഒക്കെ അവർക്കുണ്ട്. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് മുന്നണി ഒറ്റക്കെട്ടായി നിന്ന് മുന്നണി കൂടുതൽ ശക്തിപ്പെടുത്തി മുന്നണിയിൽ ഒരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളില്ലാതെ മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നു. ആ മാനദണ്ഡത്തിൽ ചർച്ച വരുമ്പോൾ സ്വാഭാവികമായും ഇന്ന് ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും നാളത്തെ ചർച്ചയിലൂടെ ഒരു പരിഹാരം കണ്ടെത്താൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കൂടുതൽ സീറ്റ് ആവശ്യമുണ്ട്. ആ രാഷ്ട്രീയം അംഗീകരിക്കാനുള്ള വിവേകം UDF ഘടകകക്ഷികൾ പ്രകടിപ്പിക്കും. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ അംഗസംഖ്യയുള്ള പാർട്ടിയുടെ നേതാവിനെയാണ് ഗവൺമെൻറ് ഉണ്ടാക്കാൻ പ്രസിഡന്റ് ക്ഷണിക്കുന്നത്. അതനുസരിച്ച് നമ്മളൊരു തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ
കോൺഗ്രസിന് കൂടുതൽ സീറ്റുകൾ ലഭ്യമാകണം. മുസ്ലിം ലീഗ് അധിക സീറ്റ് വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ തന്നെ മുന്നണിയെ ദുർബലപ്പെടുത്തില്ലെന്ന് പറഞ്ഞിരുന്നു. പാർട്ടി നേതൃത്വം ആവശ്യപ്പെട്ടാൽ ഉമ്മൻചാണ്ടി മത്സരിക്കും. എന്നാൽ പാർട്ടി അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചതായി അറിയില്ല. ഉമ്മൻചാണ്ടി കേരളത്തിൽ നിറഞ്ഞു നിൽക്കുന്ന രാഷ്ട്രീയ നേതാവാണ്. ഉമ്മൻചാണ്ടിയുടെ സാന്നിധ്യം കേരളത്തിൽ വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഘടകകക്ഷികളും എല്ലാവരും. കോൺഗ്രസ് ഹൈക്കമാൻഡും താല്പര്യമുണ്ട്. പിന്നെ ഉമ്മൻചാണ്ടിയെ പോലെയുള്ള ഒരാൾ സ്ഥാനാർത്ഥിയാകാൻ ആഗ്രഹം പ്രകടിപ്പിക്കാത്ത ഒരാളാണ്. സ്ഥാനാർത്ഥിയാകാൻ തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. ഉമ്മൻചാണ്ടിയും കോൺഗ്രസ് ഹൈക്കമാൻഡുമായി ചർച്ച നടന്നിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. മത്സരിക്കാൻ താല്പര്യമില്ലെന്ന് VM സുധീരൻ അറിയിച്ചിട്ടുണ്ട്. തന്റെ സ്ഥാനാർത്ഥിത്വം പാർട്ടി തീരുമാനിക്കുമെന്നും ബെന്നി ബെഹനാൻ പറഞ്ഞു. ന്യൂസ് 18 കൊച്ചി. കേരള കോൺഗ്രസ് എമ്മിലെ തർക്കം UDF സീറ്റ് വിഭജനവും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും പ്രതിസന്ധിയിലാക്കി. നാളെ കൊച്ചിയിൽ സീറ്റ് വിഭജന ചർച്ച നടക്കാനിരിക്കെയാണ് PJ ജോസഫ് മത്സരിക്കാൻ സീറ്റ് ആവശ്യപ്പെട്ട് പരസ്യമായി രംഗത്തെത്തിയത്. കേരള കോൺഗ്രസിലെ തർക്കങ്ങൾ പിളർപ്പിലേക്ക് നീങ്ങില്ലെന്ന് UDF നേതൃത്വം അവകാശപ്പെട്ടപ്പോൾ PJ ജോസഫ് നിലപാട് വ്യക്തമാക്കാൻ കാത്തിരിക്കുകയാണ് ഇടതുമുന്നണി. കഴിഞ്ഞ തവണത്തെ ഫോർമുല അംഗീകരിച്ച് ഒറ്റ ദിവസ ചർച്ചയിൽ സീറ്റ് വിഭജനം പൂർത്തിയാക്കാനായിരുന്നു UDFന്റെ തീരുമാനം. ഈ ശ്രമമാണ് കേരള കോൺഗ്രസിലെ തർക്കം പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. മാണിയുടെ തീരുമാനം മറികടന്ന് കേരള കോൺഗ്രസിന് മുന്നണിയിൽ നിർത്തിയത് താനാണെന്ന് കഴിഞ്ഞ ദിവസം PJ ജോസഫ് UDF നേതൃത്വത്തെ ഓർമ്മിപ്പിച്ചിരുന്നു. ഇതോടെ കേരള കോൺഗ്രസിനെ ഒന്നിച്ചു നിർത്തുന്നതിനൊപ്പം ജോസഫിന് സീറ്റ് ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്തം കൂടി UDF നേതൃത്വത്തിനായി. ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നതിനപ്പുറം ഇത് എങ്ങനെയെന്ന കാര്യത്തിൽ UDF നേതൃത്വം ഇരുട്ടിൽ തപ്പുകയാണ്. കേരള കോൺഗ്രസിൽ ഒരു പിളർപ്പും ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല. അവരെ കൂട്ടായി ആലോചിച്ച് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്നാണ് എൻ്റെ വിശ്വാസം. UDFിൽ അവസാനം രമ്യമായ പരിഹാരം മാത്രമേ വരുള്ളൂ. കേരള കോൺഗ്രസിലെ പ്രതിസന്ധിയിൽ തിടുക്കം വേണ്ടെന്നാണ് ഇടതു തീരുമാനം. ജനാധിപത്യ കേരള കോൺഗ്രസിനെ ഇറക്കി PJ ജോസഫിന് വീര്യം പകരുക, ഒപ്പം കോൺഗ്രസിനെ സമ്മർദ്ദത്തിലാക്കുക. ഈ തന്ത്രമാണ് ഇടതുമുന്നണി ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. ഭാഗ്യശക്തികൾ ആണ് ഇപ്പോൾ കേരള കോൺഗ്രസിൽ ഇടപെട്ട് ഇപ്പോൾ കലാപം ഉണ്ടാക്കുന്നത്. പക്ഷേ ആ നിലപാടെടുക്കാൻ PJ ജോസഫിന് കഴിയുമെന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല. അദ്ദേഹത്തിന് പഴയതുപോലെ ഇടപെടാനുള്ളൊരു ശക്തി വീണ്ടും തോന്നുന്നില്ല. സീറ്റ് ആവശ്യപ്പെട്ട് പിണങ്ങിയ ശേഷം PJ ജോസഫിന് പുതിയ പാർട്ടി രൂപീകരിച്ച് UDFിൽ തുടരാനാകില്ലെന്നും ഇടതു നേതൃത്വം വിലയിരുത്തുന്നു. അതുകൊണ്ട് PJ ജോസഫ് മുന്നണി വിട്ട് വരുമെന്ന് തന്നെയാണ് ഇടതു പ്രതീക്ഷ. പൊളിറ്റിക്കൽ ഡെസ്ക്, ന്യൂസ് 18. ഇന്നസെന്റിന്റെ എറണാകുളത്ത് പരീക്ഷിച്ച് മത്സരം കൊഴുപ്പിക്കാൻ CPM. ചാലക്കുടിയിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം P രാജീവും മത്സരിച്ചേക്കും. എറണാകുളത്ത് ലഭ്യമായതിൽ മികച്ച സ്ഥാനാർത്ഥി ഇന്നസെന്റ് ആണെന്ന വിലയിരുത്തലിലാണ് CPM പരീക്ഷണത്തിനൊരുങ്ങുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയായി വന്ന ഇടതുമുന്നണിക്കായി ചാലക്കുടി പിടിച്ചെടുക്കുകയായിരുന്നു ഇന്നസെന്റ്. രാഷ്ട്രീയ വോട്ടുകളേക്കാൾ സിനിമാ താരമെന്ന ഗ്ലാമറും ജനസമ്മതിയും തന്നെയാണ് ചാലക്കുടിയിൽ മുന്നണിയെ തുണച്ചത്. പിന്നീട് MP എന്ന നിലയിലുള്ള ഇന്നസെന്റിന്റെ പ്രവർത്തനത്തിൽ പാർട്ടി കേന്ദ്രങ്ങളിൽ തന്നെ ഭിന്നാഭിപ്രായങ്ങളുണ്ടായി. ഇത്തവണ മത്സരിക്കാനില്ലെന്ന് ഇന്നസെന്റ് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ തവണ എറണാകുളത്ത് ക്രിസ്റ്റി ഫെർണാണ്ടസിനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ CPM ഏറെ പഴി കേട്ടിരുന്നു. ഇത്തവണ മികച്ച സ്ഥാനാർത്ഥിക്ക് വേണ്ടിയുള്ള അന്വേഷണം എത്തി നിൽക്കുന്നത് ഇന്നസെന്റിലാണ്. KV തോമസിന് ശക്തമായ വെല്ലുവിളി ഉയർത്താൻ ഇന്നസെന്റിന് കഴിയുമെന്നും CPM കണക്ക് കൂട്ടുന്നു. KV തോമസിനെതിരെയുള്ള കോൺഗ്രസിലെ കലാപവും മുതലെടുക്കാനാകുമെന്നാണ് പ്രതീക്ഷ. എറണാകുളത്ത് ഉയർന്നു കേട്ടിരുന്ന മറ്റൊരു പേര് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം P രാജീവിൻ്റെതാണ്. എന്നാൽ ചാലക്കുടിയിൽ മത്സരിക്കാനാണ് രാജീവിന് താൽപ്പര്യം. അടുത്ത ആഴ്ചത്തെ കേന്ദ്ര കമ്മിറ്റിക്കും പിന്നീട് ചേരുന്ന സംസ്ഥാന നേതൃയോഗങ്ങൾക്കും ശേഷമാകും സ്ഥാനാർത്ഥി പ്രഖ്യാപനം. വിവിയരുൺ, ന്യൂസ് 18 തിരുവനന്തപുരം. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ വീട്ടിൽ പോയി കണ്ട് മുഖ്യമന്ത്രി. വെള്ളാപ്പള്ളിയുടെ വസതിയിൽ 15 മിനിറ്റോളം ചെലവഴിച്ച മുഖ്യമന്ത്രി കൂടിക്കാഴ്ചയെക്കുറിച്ച് പ്രതികരിച്ചില്ല. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പതിവ് രീതികളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിരുന്നു കണിച്ചുകുളങ്ങരയിലെ സന്ദർശനം. സാമുദായിക നേതാക്കളോട് പരസ്യമായി വലിയ അടുപ്പം കാണിക്കാത്ത മുഖ്യമന്ത്രി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ വസതിയിലെത്തി കണ്ടു. തൊട്ടടുത്തുള്ള പ്രഖ്യാപിത പരിപാടിക്ക് അരമണിക്കൂർ മുമ്പ് മുഖ്യമന്ത്രി എത്തുകയായിരുന്നു. ഒപ്പം തോമസ് ഐസക്കും G സുധാകരനും P തിലോത്തമനും. പിന്നാലെ CPM ജില്ലാ സെക്രട്ടറിയും ഏരിയ സെക്രട്ടറിയും കൂടി എത്തിയതോടെ വെള്ളാപ്പള്ളിയുടെ വീട്ടിൽ ആകെ ഒരു ഇടത് മയം. തുറന്ന മുറിയിൽ സൗഹൃദ സംഭാഷണം. പതിവ് സന്ദർശനമല്ലല്ലോ എന്ന ചോദ്യത്തിന് മൗനം മറുപടി. NSS ജനറൽ സെക്രട്ടറിയെ മാടമ്പി എന്ന് വിശേഷിപ്പിച്ച കോടിയേരി പക്ഷേ വെള്ളാപ്പള്ളിയുമായുള്ള കൂടിക്കാഴ്ചയെ ഇങ്ങനെ വിശദീകരിച്ചു. ഇങ്ങനെയുള്ള സംഘടനകളൊന്നും തന്നെ ഞങ്ങളുടെ ശത്രുക്കളല്ല. ഞങ്ങളുടെ ശത്രുപക്ഷത്ത് അവരാരെയും ഞങ്ങൾ കാണുന്നില്ല. അവിടെ പോകേണ്ടതില്ല എന്നൊരു നിലപാട് ഞങ്ങൾക്കില്ല.
വനിതാ മതിലിലൂടെ കെട്ടിപ്പൊക്കിയ ബന്ധം കൂടുതൽ ദൃഢമാക്കുക, ഒപ്പം വാതിൽ കൊട്ടിയടിച്ച NSSന് SNDPയെ ചേർത്തുപിടിച്ച് മറുപടി നൽകുക. ഈ 2 ലക്ഷ്യങ്ങളായിരുന്നു മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ സന്ദർശനത്തിന് പിന്നിൽ. കണിച്ചുകുളങ്ങരയിൽ നിന്നും ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. വാതിൽ കൊട്ടിയടച്ച NSSനടുത്തേക്ക് ഇനി പോകാനില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. സമുദായ നേതാക്കളുടെ LDFന് സൗഹൃദം മാത്രം, ആരെയും ശത്രുപക്ഷത്ത് കാണുന്നില്ല, ആരെയും കാണുന്നതിൽ CPMന് എതിർപ്പില്ല. വെള്ളാപ്പള്ളിയുമായി മുഖ്യമന്ത്രി നടത്തിയത് രഹസ്യ കൂടിക്കാഴ്ച അല്ലെന്നും കോടിയേരി പറഞ്ഞു. പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ കുറ്റം നിഷേധിച്ച് പ്രധാന പ്രതി പീതാംബരൻ. പോലീസ് ഭീഷണിയെ തുടർന്നാണ് കുറ്റം സമ്മതിച്ചതെന്ന് പീതാംബരൻ കോടതിയിൽ പറഞ്ഞു. പീതാംബരനെ 14 ദിവസത്തേക്ക് ഹോസ്ദുർഗ് കോടതി റിമാൻഡ് ചെയ്തു. മന്ത്രി E. ചന്ദ്രശേഖരന്റെ അധ്യക്ഷതയിൽ നാളെ കാസർഗോഡ് സർവകക്ഷി സമാധാന യോഗം ചേരും. കാഞ്ഞങ്ങാട് ഹോസ്ദുർഗ് കോടതിയിൽ ഹാജരാക്കിയപ്പോഴാണ് പീതാംബരൻ കുറ്റം നിഷേധിച്ചത്. റിമാൻഡ് നടപടികൾ പൂർത്തിയാക്കിയ ഘട്ടത്തിൽ കോടതി മുമ്പാകെയായിരുന്നു പീതാംബരന്റെ പ്രതികരണം. പോലീസ് ഭീഷണിപ്പെടുത്തിയാണ് കുറ്റം സമ്മതിപ്പിച്ചതെന്ന് പീതാംബരനെയും കൂട്ടുപ്രതി സജി ജെയിംസിനെയും കോടതി 14 ദിവസം റിമാൻഡ് ചെയ്തു. ജയിലിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിൽ പീതാംബരനോട് മാധ്യമപ്രവർത്തകർ പാർട്ടിയുടെ ഭീഷണിയിലാണോ കുറ്റം നിഷേധിച്ചതെന്ന് ചോദിച്ചപ്പോൾ സജിയാണ് മറുപടി നൽകിയത്. പെരിയ ഇരട്ടക്കൊലയുമായി ബന്ധപ്പെട്ട പ്രതിഷേധം ശക്തമായതോടെ നാളെ മന്ത്രി E. ചന്ദ്രശേഖരന്റെ അധ്യക്ഷതയിൽ കാസർഗോഡ് കളക്ടറേറ്റിൽ സർവകക്ഷി യോഗം നടക്കും. ന്യൂസ് 18 കാസർഗോഡ്. പെരിയയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഇരട്ടക്കൊലപാതകത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടങ്ങി. DGPയുടെ നിർദ്ദേശപ്രകാരം അന്വേഷണം ഏറ്റെടുത്ത ക്രൈംബ്രാഞ്ച് സംഘം കൊലപാതകത്തിലെ ഗൂഢാലോചനയാണ് പ്രധാനമായും അന്വേഷിക്കുക. കാസർഗോഡ് SP ഓഫീസിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. പെരിയ ഇരട്ടക്കൊലപാതകം CBI അന്വേഷിക്കണമെന്ന ആവശ്യത്തിലുറച്ച് കോൺഗ്രസ് പ്രത്യക്ഷ സമരം തുടങ്ങിയതിനിടെയാണ് അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തിരിക്കുന്നത്. പിടിയിലായ പ്രതികൾ കൂടാതെ കൂടുതൽ പേരുടെ പങ്ക് കൊലപാതകത്തിന് പിന്നിലുണ്ടോ എന്ന് ക്രൈംബ്രാഞ്ച് പരിശോധിക്കും. കാസർഗോഡ് SP ഓഫീസിലേക്ക് നടന്ന കോൺഗ്രസ് മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. നാളെ മുതൽ 48 മണിക്കൂർ നിരാഹാര സമരം ആരംഭിക്കാൻ കോൺഗ്രസ് ജില്ലാ നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ട്. CBI ആവശ്യം കടുപ്പിക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം. ഭരണത്തിന്റെ ബലത്തിൽ നടത്തിയ ഈ കൊലപാതകം ഭരണത്തിന്റെ സഹായത്തോടു കൂടി തന്നെ വഴിതിരിച്ചു വിടാൻ ആസൂത്രിതമായി തന്നെ ശ്രമിക്കുകയാണ്. ഈ കേസ് CBI അന്വേഷിച്ചാൽ മാത്രമേ യഥാർത്ഥ പ്രതികളെ കണ്ടെത്താൻ കഴിയൂ. CBI അന്വേഷണത്തിന് നിയമവശങ്ങൾ പരിശോധിക്കാൻ കോൺഗ്രസ് അനുഭാവികളായ അഭിഭാഷകർ കാസർഗോഡ് യോഗം ചേർന്നു. പാർട്ടി നേതൃത്വം കൊല്ലപ്പെട്ട യുവാക്കളുടെ കുടുംബാംഗങ്ങളുമായി ഇക്കാര്യത്തിൽ ചർച്ച നടത്തി. അതേസമയം CBI അന്വേഷണം ആവശ്യമില്ലെന്ന നിലപാടിലാണ് CPMഉം സർക്കാരും. എല്ലാ കേസുകളും ആദ്യം തന്നെ CBI ഏൽപ്പിക്കേണ്ടതുണ്ട്. അങ്ങനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ കേരള പോലീസിന്റെ അന്വേഷണ മികവ് തന്നെ നഷ്ടപ്പെട്ടു പോകും. ആ CBIയെ വെള്ളപൂശാൻ ഇവിടെ കോൺഗ്രസ് രംഗത്തിറങ്ങുന്നത് CBI ആണ് മഹത്തരമെന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി എടുത്ത നിലപാടിന് വിരുദ്ധമല്ലേ? ന്യൂസ് 18 കാസർഗോഡ്. നടിയെ ആക്രമിച്ച കേസിൽ വനിതാ ജഡ്ജി വിചാരണ കേൾക്കും. എറണാകുളം CBI പ്രത്യേക കോടതി ജഡ്ജിയാണ് ഹൈക്കോടതി വിചാരണയ്ക്കായി നിയമിച്ചത്. വനിതാ ജഡ്ജി വേണമെന്ന നടിയുടെ ആവശ്യത്തിനെതിരെ ദിലീപും പൾസർ സുനിയും സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളി. തട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി ആക്രമിച്ച കേസിന്റെ വിചാരണയ്ക്ക് വനിതാ ജഡ്ജി വേണമെന്നാവശ്യപ്പെട്ട് ഇരയായ നടി സമർപ്പിച്ച ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. കോടതി മാറ്റണമെന്നുള്ള ഇരയുടെ അപേക്ഷ അനുവദിക്കരുതെന്നാവശ്യപ്പെട്ട് 1-ാം പ്രതി പൾസർ സുനിയും ദിലീപും സമർപ്പിച്ച ഹർജി തള്ളിയാണ് കോടതി നിർദ്ദേശം. നിലവിൽ എറണാകുളം CBI കോടതിയിലാണ് ജില്ലയിൽ വനിതാ ജഡ്ജിയുള്ളത്. അതിനാൽ ഈ കേസിന്റെ വിചാരണ CBI കോടതി എത്രയും വേഗം പൂർത്തിയാക്കാനാണ് കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത്. വിചാരണ കോടതി മാറ്റുന്നത് സാമ്പത്തികമായും ആരോഗ്യപരമായും ബാധിക്കുന്ന നടപടിയാകുമെന്നായിരുന്നു പ്രതികളുടെ ആരോപണം. എല്ലാ ലൈംഗിക അതിക്രമ കേസിലെയും ഇരകൾ വനിതാ ജഡ്ജിയെ ആവശ്യപ്പെട്ടാൽ എന്തു ചെയ്യുമെന്നും ദിലീപിന്റെ അഭിഭാഷകൻ ചോദിച്ചു. വനിതാ ജഡ്ജിയെ വിചാരണയ്ക്ക് വേണമെന്ന ആവശ്യം ഇര ഉന്നയിച്ചാൽ അനുവദിക്കണമെന്നാണ് സുപ്രീംകോടതി ഉത്തരവുള്ളതെന്ന് ഹൈക്കോടതി ഓർമ്മിപ്പിച്ചു. കേസിലെ നടപടിക്രമങ്ങൾ വൈകിപ്പിക്കലാണ് പ്രതിയായ ദിലീപിന്റെ ലക്ഷ്യമെന്ന് സർക്കാരും കോടതിയെ അറിയിച്ചു. നെടുമ്പാശ്ശേരി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ എറണാകുളം സെഷൻസ് കോടതിയിലാണ് കേസ് നിലവിലുള്ളത്. എറണാകുളം CBI ജഡ്ജി ഹണി വർഗീസിന്റെ നേതൃത്വത്തിലാണ് നടിയെ ആക്രമിച്ച കേസിന്റെ വിചാരണ നടപടികൾ ആരംഭിക്കുക. 9 മാസത്തിനകം വിചാരണ നടപടികൾ പൂർത്തിയാക്കണമെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. കൊച്ചിയിൽ നിന്നും CN പ്രകാശ്, ന്യൂസ് 18.
തിരുവനന്തപുരം വിമാനത്താവള നടത്തിപ്പ് അദാനി ഗ്രൂപ്പിന് ലഭിച്ചേക്കും. ധനകാര്യ ബിഡിൽ അദാനി ഗ്രൂപ്പ് ഒന്നാമതെത്തി. സംസ്ഥാന സർക്കാരിന് വേണ്ടി ലേലത്തിൽ പങ്കെടുത്ത KSIDC രണ്ടാമതും ഡൽഹി ഹൈദരാബാദ് വിമാനത്താവള നടത്തിപ്പുകാരായ GMR മൂന്നാമതും എത്തി. ഔദ്യോഗിക പ്രഖ്യാപനം വ്യാഴാഴ്ചയാണ്. സ്വകാര്യവൽക്കരണത്തിനെതിരെ വിമാനത്താവള ജീവനക്കാർ അനിശ്ചിതകാല നിരാഹാര സമരം തുടങ്ങി. സ്വകാര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട ലേല നടപടികൾ സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം ഹൈക്കോടതി നിരസിച്ചു. അദാനിക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ വികസനം അദാനി എന്ന കുത്തക മാത്രം വിചാരിച്ചാൽ നടക്കില്ല. അദാനിക്ക് വിമാനത്താവളം നടത്തി മുൻപരിചയമില്ല. അദാനി വിമാനത്താവളം നടത്തിപ്പിനായി വന്നാൽ വഴങ്ങുന്ന സർക്കാരാണ് കേരളത്തിലുള്ളതെന്ന് അദാനി പോലും പറയില്ല. 5 വിമാനത്താവള നടത്തിപ്പും ഒരാൾക്ക് ലഭ്യമായത് സംശയങ്ങൾക്കിട നൽകുന്നുണ്ടെന്നും പിണറായി പറഞ്ഞു. ന്യൂസ് 18 റൈസിംഗ് ഇന്ത്യ ഉച്ചകോടിയിൽ മധ്യപ്രദേശ് മുഖ്യമന്ത്രി കമൽനാഥ് സംസാരിക്കുന്നു. തത്സമയത്തിൽ Good evening and welcome. May I request everyone just to settle down, because we've got a good ringside view of what the story of India is as far as the world view from Delhi is concerned. What a great pleasure it is for me to honor Mr. Kamal Nath, who happens to have the distinction of being the longest serving parliamentarian, 39 years, and still counting. So huge round of applause for Kamal Nath ji. We all know he's now the Chief Minister of Madhya Pradesh, and in the month of December, in a very vigorously and aggressively fought assembly election, Kamal Nath ji did manage to dislodge Shivraj Singh Chauhan's 3-term government. So welcome to Rising India Summit, Kamal Nath ji. Let me just first begin. You came in literally towards the fag end of this conversation which was taking place between the top 3 cabinet ministers. And according to them, sir, the story of India is the story of Rising India. India which has already perhaps risen, India which has risen in a way that we all could have never envisaged. Tell me, now that you have moved to Bhopal, what is the story of India when you look at it from the states? Well, if when I came in, I saw this slogan, Rising India. If this was Rising India, why would the last elections, closest to the general elections, have had the results they had? And I was just hearing very eminent ministers, my friends, talking about rural India, Swachh Bharat. I was asking myself that how many of them have ever been to a village? And I was asking myself, how many of them have even contested elections? I see this audience here, and I see this audience here, and we'll talk about rural India, we'll talk about Swachh Bharat, we'll talk about delivery systems. Now, I've seen this for the last 40 years. Good policy with bad delivery systems. But this audience, a very distinguished audience, I must say, how much are they connected with rural India? How much are they connected with this country at large? But let me assure you that this program is going live. And don't take me amiss. On News 18 MP, in the entire News 18 network, which by the way is the biggest news network in India. So आपकी आवाज हिंदी अंग्रेजी जिस भी भाषा में बोलना चाहेंगे सब जगह जाएगी. मैं तो मान रहा हूँ, मैं तो सोचता था कि अंग्रेजी का हिंदी का ज्यादा फायदा है. बिल्कुल. पर I divide. You can divide this country into rich and poor, backward and forward. But there's one division which we must make. And I want to say this, don't take me amiss. I want to say this in jest. You have the asses, the masses, and the classes. That's also how you can divide this country. And which category do you belong to? I thought for the longest time you belong to the classes. I'm not asking them which category they belong to, so I won't tell you which category I belong to. But if I was to ask them, but anyway, we must recognize that how much of this country is rural. How many seats are there in Delhi? How many seats are there in Bombay? How many seats are there in Chennai? How many seats are there in Bangalore? And sitting here in Delhi, we think we know this whole country. This is a very complex country. Take Madhya Pradesh. 70% of the people are agriculturally dependent. They're not farmers. But they're agriculturally dependent because जिसकी किराने की दुकान गांव में है, उसका व्यापार चलता है किसानों की खरीदने की ताकत पर, किसानों की क्रय शक्ति पर. जो ट्रैक्टर ड्राइवर है, उसकी रोजी रोटी जुड़ी हुई है on the farmer, on the agricultural sector, the agricultural labor. The markets of Bhopal and Indore depend upon the purchasing power which originates from the agricultural sector.
Now, unless we understand these certain basic facts, there will be economists who will differ with me on many things. But the fact of the matter is this, that it is agriculture which generates so much of economic activity in this country. The disposable incomes, as different to income per capita. You open a screen, you will see income per capita. That's all very well. Right. But what are the disposable incomes? Somebody who earns 5,000, who has an income of 5,000, he gets a small job of 5,000-7,000 rupees in a district, a rural district, per month. He can go and buy a two-wheeler or a four-wheeler. Now, 5,000-7,000 rupees in a month, you won't be able to travel to your office. Because that 5,000 rupees in a month, which he gets 5,000 or 7,000 rupees, is a disposable income. So, the challenge before us is how do we create these disposable incomes? Can I just counter you on that, sir? और हमारे साथ देखिए बाबा रामदेव भी हैं, प्रसून जोशी जी भी हैं, and Samit Patra is here as well and smiling away, and all of you have had a nice sparring session in the month of December. But this question which is being posed by you, sir, disposable income. मैं आपसे ये समझना चाहता हूं कि आपके विरोधियों का, जो सत्तारूढ़ पार्टी है, उनका आरोप आप पर यह है कि आप सबसे लंबे समय तक भारत में आपने राज किया। आज की डेट में भी आप गरीबी को हटाने की बात कर रहे हैं, तो कहीं ना कहीं क्या जो कांग्रेस की इकोनॉमिक पॉलिसी थी उसके ऊपर क्या प्रश्न चिन्ह लगना चाहिए? शुड देयर बी नो क्वेश्चन मार्क ऑन दैट? क्या गरीबी नहीं हटी? क्या हटी? क्योंकि आप तो क्या अभी भी गरीबी नहीं हटी? आज जिस हॉल में आप बैठे हैं, जिस माइक्रोफोन से आप बैठे हैं, ये क्या पिछले 5 साल में है? क्या गरीबी नहीं हटी? क्या गांव में सुधार नहीं हुआ? आप किस बात की बात कर रहे हैं? अपनी आंखें बंद करनी है। अपना देश कहां था और अपना देश कहां पहुंचा? The question is, what are you starting with? You didn't start with a zero. We started with a zero. And when you start when you're 60 and you say I've gone to 65, well, you should be ashamed that you would only go to 65 because your starting base was so high. This is the point to understand. गरीबी नहीं हटी देश में. പുൽവാമ ഭീകരാക്രമണത്തിൽ പാക് പങ്ക് വെളിപ്പെടുത്തുന്ന വ്യക്തമായ തെളിവ് കിട്ടിയതായി ദേശീയ അന്വേഷണ ഏജൻസി. സ്ഫോടനത്തിനുപയോഗിച്ച വാഹനത്തിന്റെ ഉടമയ്ക്ക് ഭീകര സംഘടനയുമായുള്ള ബന്ധത്തിന്റെ തെളിവുകളാണ് കിട്ടിയത്. അതിനിടെ അതിർത്തിയിൽ സമാധാനത്തിന് ഒരവസരം നൽകണമെന്ന് പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ഇന്ത്യയോട് അഭ്യർത്ഥിച്ചു. ഇതിനിടെ പുൽവാമ ഭീകരാക്രമണത്തിന് കാരണമായ വീഴ്ചകളെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി സുപ്രീംകോടതി തള്ളി. കൊച്ചി നഗരത്തിൽ 256 കെട്ടിടങ്ങൾ സുരക്ഷിതമല്ലെന്ന് അഗ്നിശമന സേനയുടെ റിപ്പോർട്ട്. ജില്ലാ കളക്ടറേറ്റിനും കളമശ്ശേരി മെഡിക്കൽ കോളേജിനും സുരക്ഷയില്ല. നഗരത്തിലെ വൻ കെട്ടിട സമുച്ചയങ്ങൾ, സ്കൂളുകൾ, ആശുപത്രികൾ എന്നിവയും സുരക്ഷാ ഭീഷണി നേരിടുന്നവയുടെ പട്ടികയിലുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ തീപിടുത്തങ്ങളുടെ പശ്ചാത്തലത്തിൽ റിപ്പോർട്ടിന് ഗൌരവം ഏറെയാണ്. കോർപ്പറേഷൻ ടൗൺ ഹാൾ, കളക്ടറേറ്റ്, കളമശ്ശേരി മെഡിക്കൽ കോളേജ്, റവന്യൂ ടവർ, മിനി സിവിൽ സ്റ്റേഷൻ, ഗവൺമെന്റ് ആയുർവേദ കോളേജ് എന്നിങ്ങനെ 256 കെട്ടിടങ്ങളാണ് കൊച്ചി നഗരത്തിൽ സുരക്ഷിതമല്ലാത്തതായി അഗ്നിശമന സേന റിപ്പോർട്ടിൽ പറയുന്നത്. സ്കൂളുകൾ, കോളേജുകൾ, ഫ്ളാറ്റുകൾ, വ്യവസായ സ്ഥാപനങ്ങൾ എന്നിവയും സുരക്ഷാ ഭീഷണി നേരിടുന്ന കെട്ടിടങ്ങളുടെ പട്ടികയിലുണ്ട്. ഇത് സംബന്ധിച്ച വിവരങ്ങൾ അഗ്നിശമന സേന ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് കൈമാറിയതായാണ് സൂചന. എന്നാൽ പിന്നീട് വേണ്ട പരിശോധനകളോ തുടർ നടപടികളോ ഉണ്ടായില്ല. ഒരു ഫയർ ഉണ്ടായിക്കഴിഞ്ഞ് ബ്രേക്ക് ഔട്ട് ആയിക്കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കിടന്ന് കരഞ്ഞിട്ട് കാര്യമില്ല. അത് ഉണ്ടാവാതിരിക്കാൻ ശ്രമിക്കുക. സുരക്ഷിതമല്ലാത്ത കെട്ടിടങ്ങൾ കണ്ടെത്തിയാൽ അവർക്കെതിരെ നേരിട്ട് നടപടിയെടുക്കാനുള്ള അധികാരം നിലവിൽ അഗ്നിശമന സേനയ്ക്കില്ല. സേഫ്റ്റിയായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ എല്ലാ രാഷ്ട്രീയവും മാറ്റിവെച്ചിട്ട് തീർച്ചയായിട്ടും അത് ശക്തമായ രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യാനാണ് ഗവൺമെന്റും ഇത്തരം ഏജൻസികളും ശ്രമിക്കേണ്ടത്. ദിനംപ്രതി എന്നോണം വൻകിട കെട്ടിട സമുച്ചയങ്ങൾ ഉയർന്നു വരുന്ന കൊച്ചിയിൽ അവസാനം സുരക്ഷാ പരിശോധന നടന്നത് 3 വർഷങ്ങൾക്ക് മുൻപാണ് എന്നതും ഗൗരവമേറിയ വിഷയമാണ്. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത കെട്ടിടങ്ങളെ നിരീക്ഷിക്കണം, നിയന്ത്രിക്കണം, നിർഭയം നിലപാടെടുക്കണം. കൊച്ചിയിൽ നിന്ന് ക്യാമറാമാൻ പ്രവീൺ ധർമ്മശാലയ്ക്കൊപ്പം വിനീത വി ജി, ന്യൂസ് 18.